ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് പോകുന്നത് കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, അവിടെ നിന്നും മാമലക്കണ്ടത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് മനോഹരമായ കുറേ അടിപൊളി കാഴ്ചകളൊക്കെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കാടിന് നടുക്കൂടെയുള്ള അടിപൊളി സ്ഥലത്തൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പം അതുവഴിയൊക്കെ മാമലക്കണ്ടം, നമ്മുടെ മൂന്നാർ റൂട്ട് നമ്മളിന്ന് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പോകുന്ന കുറേ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ആയതുകൊണ്ട് തന്നെ ഏകദേശം 11 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് യാത്ര പുറപ്പെട്ടത്. പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായൊരു പുഴയും അതിനോട് ചേർന്ന് കിടക്കുന്ന പച്ച പുൽത്തകിടിയും പിന്നെ പച്ച മരങ്ങളും കണ്ടപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ തീരുമാനിച്ചു, നമ്മുടെ യാത്രയിലെ ആദ്യത്തെ കാഴ്ച തന്നെ അതിമനോഹരമാണല്ലോ എന്ന്. അങ്ങനെ കുറെ നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ തട്ടേക്കാട് എത്തി. നമ്മുടെ ഈ വലതുവശം ചേർന്ന് കാണുന്ന ഈ പച്ച ബോർഡ് കണ്ടോ, അവിടെയാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം. എന്തായാലും നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ വീഡിയോ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ കാണുന്നതാണ് കുട്ടമ്പുഴ പാലം. നമ്മുടെ മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് കുട്ടമ്പുഴ ഷൂട്ടിംഗ് പോയിന്റ് ആണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞ വഴിയിലൂടെ കുട്ടമ്പുഴ ഷൂട്ടിംഗ് പോയിന്റും തപ്പി ഇറങ്ങിയ ഞങ്ങൾ അവസാനം എത്തിച്ചേർന്നത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുറകിലാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടു. ആ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ കുട്ടമ്പുഴ പുഴയും കാര്യങ്ങളൊക്കെ കാണാം. ഇത് തന്നെയാണോ കറക്റ്റായിട്ട് കുട്ടമ്പുഴ ഷൂട്ടിംഗ് പോയിന്റ് എന്നെനിക്കറിയില്ല. ഇനിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. കാരണം നമ്മുടെ ഗൂഗിൾ ചേച്ചിയാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. എന്തായാലും അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ച കുട്ടമ്പുഴയോട് യാത്ര പറഞ്ഞ് നമ്മൾ പിന്നെയും മാമലക്കണ്ടത്തേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ കുറെ നേരത്തെ യാത്രകൾക്ക് ശേഷം കാടിന്റെ പച്ചപ്പും സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച് മാമലക്കണ്ടത്തേക്ക് തിരിയുന്ന നമ്മുടെ വഴിയുടെ ഏകദേശം അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ റൂട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ട്രാൻസ്ഫോമർ കണ്ടോ, ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാമലക്കണ്ടം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പലരും ആ ബോർഡ് ശ്രദ്ധിക്കാതെ സ്ട്രെയിറ്റ് എടുത്ത് പോകാറുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ ലെഫ്റ്റാണ് നമ്മുടെ മാമലക്കണ്ടത്തേക്കുള്ള വഴി. നമ്മൾ കാട്ടിലേക്ക് കയറുവാണ്. അതിമനോഹരമായൊരു വഴിയും കാഴ്ചകളുമാണ് നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നത്. നമ്മൾ ഇതുവരെ യാത്ര ചെയ്തു വന്ന വഴി നല്ല വീതിയൊക്കെയുള്ള മനോഹരമായ വഴിയായിരുന്നെങ്കിൽ ഇത് ഇനി അങ്ങോട്ട് ഓപ്പോസിറ്റുള്ള വഴിയായിരിക്കും കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാൻ പറ്റുന്ന വീതിയെ പല ഭാഗത്തും ഈ റോഡിനുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുത്തു പോകാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വണ്ടിയായിട്ട് നിങ്ങൾ ഈ വഴിക്ക് വരുന്നവര് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇടതുവശം ചേർന്ന് പോകണം, വലതുവശം ചേർന്ന് പോകണം എന്നുള്ള പല നിയമങ്ങളും ഒരുപക്ഷെ നമുക്കിവിടെ മാറ്റി വെക്കേണ്ടതായിട്ട് വരാം. കാരണം വീതിയുള്ള വശം ഏതാണോ അപ്പം അതനുസരിച്ച് വണ്ടി ഒതുക്കി മുന്നോട്ട് പോവുക എന്നുള്ള കാടിന്റെ ഒറ്റ നിയമം മാത്രമേ ഞാൻ നോക്കിയിട്ടവിടെ കണ്ടുള്ളൂ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെങ്കിൽ അവനൊതുക്കട്ടെ, ഞാൻ എന്തിനൊതുക്കണം എന്നിങ്ങനെയൊക്കെയുള്ള മനോഭാവവും വെച്ച് ഈ വഴി വണ്ടി ഓടിക്കാനും വലിയ പാടാ കേട്ടോ. അത്യാവശ്യമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേരും
ഒന്ന് ഐക്യത്തോടെ സൈഡ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ രണ്ടു പേർക്കും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. പക്ഷികളുടെ കളകളനാദങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളും പിന്നെ പച്ചപ്പും, എന്തിനേറെ പറയുന്നു പച്ച മരങ്ങളുടെ നടുവിലൂടെ ഈ വഴിയും ഇതെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര ശരിക്കും മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഉന്മേഷവും കുളിർമയും പകരുന്ന അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും കാഴ്ചകൾ എത്രമാത്രം ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞാലും ആനയോ കാട്ടുപോത്തോ അങ്ങനെയുള്ള എന്തെങ്കിലും വന്യമൃഗങ്ങൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് പെടുവോ എന്നുള്ള പേടിയും നമുക്കില്ലാതില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കാട്ടിൽ കൂടി ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. നമ്മൾ വയനാട് മുത്തങ്ങ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ജീപ്പൊക്കെ എടുത്ത് അവിടുന്ന് തന്നെ ഡ്രൈവറെ വെച്ച് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ആന വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ഭയമില്ലായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യേണ്ട സംഭവം വന്നപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല കേട്ടോ. കാരണം ഒരു ആന വന്ന് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മറന്ന് നമ്മൾ ഈ പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മുടെ മാമലക്കണ്ടം ലക്ഷ്യമാക്കി അങ്ങനെ എന്തായാലും സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കാടിന് നടുവിലൂടെയുള്ള മനോഹരമായ കുറച്ച് സമയത്തെ യാത്രകൾക്കൊടുവിൽ നമ്മൾ ഒരു അടിപൊളി സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഒരു മനോഹരമായ ഒരു അരുവി, അതിൻ്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. നമ്മൾ ആ പാലമൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്ത് ചെന്നിട്ട് ആ അരുവിയുടെ യഥാർത്ഥ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ അരുവിലൂടെ ഒഴുകുന്ന വെള്ളം കുടിച്ച് ജീവിക്കുന്ന എത്രയേറെ ജീവികൾ ഈ കാട്ടിലുണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെയും യാത്ര തിരിക്കുവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് അല്പം വീതിയുള്ളൊരു സ്ഥലം കണ്ടു. നമുക്കവിടെ വണ്ടിയൊക്കെ ഒതുക്കിയിടാനും ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ മനോഹരമായ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാമലക്കണ്ടം ആ റൂട്ടിൻ്റെ ഇടയ്ക്കുള്ള കാടിനകത്താണ്. നല്ല അടിപൊളി അന്തരീക്ഷം, സംഭവം കൊള്ളാം, പച്ചപ്പ്, നല്ല തണുപ്പ്, തണല്, അടിപൊളി സെറ്റപ്പായിരുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു? പേടിച്ചു പോയി. വണ്ടിയെ കയറി പോകട്ടെ, പേടി ആനക്കാരും ആണേക്കാരും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. ഒരു ആനയെ പോയിട്ട് കുഴിയായ പോലും കണ്ടില്ല. വേറെ കാര്യം എന്നാലും സംഭവം സെറ്റപ്പാണ്. ഇതെവിടെ ഏർമാടോ കേട്ടോ, അതുകൊള്ള വണ്ടിയൊക്കെ വരുന്നുണ്ടോ? ഒരാൾക്ക് ഒരു വണ്ടിക്ക് പോകണത് നമ്മളങ്ങനെ യാത്രയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് മനോഹരമായ ട്രീ ഹൗസ്, ഒരു ഏറുമാടം നമ്മുടെ കണ്ണിൽപ്പെട്ടത് കേട്ടോ. ഒരു മരത്തിന് മുകളിൽ നല്ല ഭംഗിയായിട്ട് സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ മേൽക്കൂരയൊക്കെ ദ്രവിച്ച് ഒരു അത്യാവശ്യം പഴക്കം ചെന്ന ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മേളിലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഒന്നും കണ്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാമായിരുന്നു. പക്ഷെ എന്നാലും ആ കാടിൻ്റെ നടുക്ക് അങ്ങനെ ഒരു ഏറുമാടം കണ്ടപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സംഭവമായിട്ട് തോന്നി കേട്ടോ.
കാട് നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. അത് നിങ്ങളുമായി മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോയ്ക്ക് അല്പം സ്പീഡ് കൂട്ടിയിട്ട് കാണിക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന അതേ സ്പീഡിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അധികം വീഡിയോസ് കാണാൻ പറ്റത്തില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് അല്പം കാടിൻ്റെ മനോഹാരിത കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അല്പം സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും നമ്മൾ മാക്സിമം വീഡിയോ ലെങ്ത് കുറച്ചുകൊണ്ട് കൂടുതൽ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അങ്ങനെ കാട്ടിലൂടെയുള്ള ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അല്പം ജനവാസമൊക്കെ ഉള്ള ഒരു മേഖലകളിലേക്ക് പ്രവേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആനക്കട എന്ന പേരിൽ ഒരു ചെറിയ ടീ ഷോപ്പും ചെറിയ ബേക്കറിയും സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു കട അവിടെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെല്ലുന്നവർ അവിടെ കയറി സാധനങ്ങൾ മേടിക്കാൻ കഴിക്കാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ജനവാസ മേഖല തന്നെയാണ്. നമ്മുടെ കാടിൻ്റെ ആ ഒരു പ്രദേശമൊക്കെ ഏകദേശം വിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീടുകളും പിന്നെ ആൾക്കാരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈൻസും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ജനവാസ മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം മാമലക്കണ്ടത്തിനോട് നമ്മൾ അടുത്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കാത്തിരുന്ന നമ്മുടെ ലൊക്കേഷനിലോട്ട് നമ്മൾ എത്തിച്ചേരുവാണ് കേട്ടോ. അതായത് ഈ അടുത്ത കാലങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാമലക്കണ്ടം സ്കൂളിന്റെ മുൻപിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ അടുത്ത കാലങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് തരംഗം സൃഷ്ടിച്ച നമ്മുടെ മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഏക ഒരു സ്കൂളാണ്. എറണാകുളം ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്കൂളാണ് നമ്മുടെ മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു പോന്നേക്കാം എന്നോർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ജീപ്പുകളൊക്കെ കിടക്കുന്നത് കണ്ടത്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അവർ ഓഫ് റോഡ് ഡ്രൈവിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരാണെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ? ചേട്ടൻ വേറെന്തായിരുന്നു? എൽദോസ് ചേട്ടാ ഇപ്പൊ നമ്മളിവിടെ ഉള്ളത് കേട്ടോ. ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ ജീപ്പ് ഓടിച്ചോണ്ടിരിക്കുന്ന? ഞാൻ 2000 മുതൽ 2000 അത്ര ഇവിടെ ഉണ്ട് തന്നെ അല്ലേ? അതെ. നമ്മുടെ സ്കൂളൊക്കെ നല്ല വൈറലായിട്ടൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞോടെ ഞങ്ങൾ പോകുന്നതാണ്. ഈ സ്കൂൾ ഒന്ന് കാണാം, ഒന്ന് എടുത്തേക്കാന്നൊക്കെ ഓർത്തുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫ് റോഡ് എന്ന് പറയുന്നത് ആ കാണുന്ന മലയുടെ ടോപ്പിലാണ്, കൊയിനിപ്പാറ. ഏറ്റവും ടോപ്പ് ഏറ്റവും വലിയ ഓഫ് റോഡാണ് കൊയിനിപ്പാറ. അത് ഇവിടെ നിന്നൊരു 2800 അടി ഹൈറ്റ് ഉണ്ട്. ഏകദേശം 3 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത്. അതിനൊരു ടോപ്പ് വരെ അത് 35-40 മിനിറ്റ് വേണം നമുക്ക് അവിടെ കയറി ചെല്ലാൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 3 വ്യൂ പോയിന്റുകളുണ്ട്. പിന്നെ വലിയൊരു ഓഫ് റോഡാണ് അവിടെ ഉള്ളത്. നമുക്ക് പോയിട്ട് വരാനായിട്ട് നമുക്ക് 2 മണിക്കൂർ വേണം. എല്ലാം കണ്ട് നമ്മൾ കേട്ട് ഇവിടെ വരുമ്പോൾ 2 മണിക്കൂർ വേണം നമുക്ക്. നമ്മൾ 6 പേരെയാണ് ഒരു വണ്ടിക്ക് കൊണ്ടുപോകുന്നത്. 2000 രൂപയാണ് ഒരു ജീപ്പിന് മേടിക്കുന്നത്. മാക്സിമം 6 പേര്. വലിയ ഓഫ് റോഡാണ്. നമ്മുടെ കൊളുക്കുമല, ഉടജാതിരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളെക്കാളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വേറെ ലെവൽ ഒരു ഓഫ് റോഡാണ്. 4x4 വാഹനങ്ങളും ജീപ്പുകളും മാത്രം കയറി പോകുന്ന ഒരു വലിയ ഓഫ് റോഡ്. അപ്പം അവിടെ നമ്മൾ 2-2.5 മണിക്കൂർ കൊണ്ട് തിരിച്ചിവിടെ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഫോട്ടോയും വീഡിയോ. അത് 3 വ്യൂ പോയിന്റുകളും ഒന്ന് അതിന്റെ ടോപ്പിൽ കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് 4 ജില്ലയുടെ ഭാഗങ്ങൾ കാണാം. അതായത് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കോട്ടയം. ഇങ്ങനെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഈ 4 ജില്ലയുടെ ഭാഗങ്ങൾ കാണാം. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വെളുപ്പിന് പോകുമ്പോൾ സൺറൈസ് പോയിന്റ് ആണ്. പിന്നെ ലാസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെല്ലുമ്പോൾ സൺസെറ്റ് പോയിന്റ് ആണ്. ഈ 2 പ്രത്യേകതകളോടുകൂടി ആ റൂട്ടിനുണ്ട്. സൺസെറ്റും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണല്ലേ? അതെ അതെ. അത് ശരി. ഓക്കെ. അപ്പം ഇതിന്റെ നമുക്ക് എത്ര പാക്കേജ് വരുന്നത്? എത്ര രൂപ എന്നുള്ളത്? അത് നമുക്ക് ഒരു ജീപ്പിന് 2000 രൂപ. 6 പേർക്ക് 2000 രൂപ. അതിപ്പോ 6 പേരാണെങ്കിലും ഒരാളാണെങ്കിലും ഒരു വണ്ടിക്ക് 2000 രൂപ.
ഞാൻ പറയുന്നത് ഒരു എണ്ണം കുട്ടി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അന്നേരം അത്രയും പേര് വെച്ചാൽ ഒരുപാട് ആളെ വെച്ച് നമുക്ക് കയറി പോകാൻ പറ്റില്ല, അതുപോലെയുള്ള സ്ഥലമാണ്. വഴി അതുകൂട്ടാണല്ലേ? അതുകൂട്ട് വഴിയാണ്. അതുപോലെ വേറെ എന്തെങ്കിലും വേറെ പിന്നെ ഈ മലയുടെ ലാസ്റ്റ് എൻഡില് മുനിപ്പാറ എന്ന് പറയുന്ന ഒരു ചെറിയ മുനിപ്പാറ, ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്, നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ പണ്ട് മുനിമാരൊക്കെ താമസിച്ചിരുന്ന ഒരു മുനിയറയുണ്ട്. മുനിയറ അത് തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണത്. അത് അങ്ങനത്തെ ഒരു പോയിന്റ് കൂടി അവിടെ ഉണ്ട്. അത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ്. അതും നമ്മൾ 5 പേരെ, ഒരു ജീപ്പിന് 5 പേരെയാണ് കൊണ്ടുപോകുന്നത്. 500 രൂപ. 500 രൂപ. അതെ, അത് നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് വണ്ടി ചെല്ലാൻ വ്യൂ പോയിന്റ് വരെ 2 കിലോമീറ്റർ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ജീപ്പിനെ അവിടെ ചെല്ലാൻ വേണം. പിന്നെ നമ്മൾ ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു 3/4 മണിക്കൂർ വരും. പിന്നെ അതിൽ നമുക്ക് കറങ്ങി വന്നു കഴിയുമ്പോൾ മുനിപ്പാറ ചെന്നിട്ട് താഴത്തോടെ കറങ്ങി വരുവാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ഉരുളിക്കുഴി വാട്ടർഫാൾസ് എന്ന് പറയും. ഉരുളിക്കുഴി, അതിന് നമ്മൾ 700 രൂപയാണ് മേടിക്കുന്നത്. അതായത് 500 രൂപ മുനിപ്പാറയ്ക്കും 200 രൂപയാണ് കൂടുതലും മേടിക്കുന്നത്. അത് 1 കിലോമീറ്ററുടെ എക്സ്ട്രാ അത് പോരാൻ. അത് വലിയൊരു വെള്ളച്ചാട്ടമാണ്. നല്ലൊരു കാണേണ്ട ഒരു നല്ലൊരു സംഭവം തന്നെയാണത്. അടിപൊളി സ്ഥലമാണത്. അപ്പം ഇനി വേറെ വിശേഷം ഉണ്ടോ? നമ്മുടെ ഇതൊക്കെയാണ് ഇവിടെയുള്ള. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ മാമലക്കണ്ടം നമ്മുടെ സ്കൂൾ കാണാൻ വരുന്നവർ ശ്രദ്ധിച്ചോളുക. സ്കൂളിനോട് ചേർന്ന് തന്നെ 2 ജീപ്പ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു അടിപൊളി ഓഫ് റോഡ് ഡ്രൈവും പോകാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഓഫ് റോഡ് ഡ്രൈവ് പോയാലോ? പോകാം. നമുക്ക് നമ്മൾ വന്ന സമയത്ത് പറയാം ഏകദേശം ഇപ്പൊ ഒരു 4:30-5 മണിയായി. ഇപ്പം എങ്ങോട്ട് പോകണമെന്ന് ചേട്ടൻ ആദ്യം പറഞ്ഞ വ്യൂ പോയിന്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സമയം ഉണ്ടോ? ഉണ്ട്, നമുക്കത് പോയിട്ട് വരാൻ, കണ്ടിട്ട് പോരാം. വൈകുന്നേരം ആയാലും കുഴപ്പമുള്ള കാര്യമില്ല. അത് പോയിട്ട് വരാം, ഒരു കുഴപ്പമില്ല. നമുക്കിപ്പോ പകല് ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ ചെല്ലും. നമുക്ക് ഫോട്ടോയും വീഡിയോ എടുക്കും. പിന്നെ വഴിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മൾ വരുമ്പോ തിരിച്ചു വരുമ്പോ ഇരുട്ടാവും. അതാവും കുഴപ്പമില്ല, അതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ രീതിക്ക് വരുവാണെങ്കിൽ ഒരു ഏകദേശം ഒരു 3 മണിക്ക് ചേർന്ന് വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആകുമ്പോഴത്തെ ഒരു 6:15 ആകുമ്പോഴത്തെ അവിടെ കയറി ചെന്നാലാണ് സൺസെറ്റ് ആവുള്ളൂ. സ്കൂൾ കണ്ടിട്ട് നമുക്ക് മേലോട്ടൊക്കെ പോയി അതേ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അതേസമയം ആ സമയത്ത് വരുവാണെങ്കിൽ. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ സ്കൂൾ കാണാൻ വരുന്നവർ ഒരു നല്ല ഓഫ് റോഡ് ഡ്രൈവിംഗ് കൂടെ തിരഞ്ഞെടുക്കുക. നമുക്ക് ഈ സ്റ്റാൻഡിൽ 10 വണ്ടിയുണ്ട്. 10 വണ്ടിയുണ്ടല്ലേ? 10 വണ്ടിയുണ്ട്. ബാക്കി ഓട്ടം കിടക്കുമായിരിക്കും. പോയതാ, വീട്ടിൽ പോയതാ. അപ്പം താങ്ക് യു കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ തന്നതിന് നമുക്കൊരു ഓട്ടം പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, കാണാം. അപ്പോൾ എന്തായാലും നമ്മളൊരു ഓഫ് റോഡ് ഡ്രൈവ് പോവാണ് കേട്ടോ. നമ്മൾ തിരഞ്ഞെടുത്ത പാക്കേജ് എന്ന് പറഞ്ഞാൽ മുനിപ്പാറയിലേക്കാണ് നമ്മൾ തിരഞ്ഞെടുത്ത ലൊക്കേഷൻ. അപ്പം നമ്മളങ്ങോട്ട് പോവുകയാണ്. അവരുടെ 500 രൂപ പാക്കേജാണ് മുനിപ്പാറയിലേക്ക് പോകുന്നത്. 5 പേർക്ക് പോകാം മുനിപ്പാറയിലേക്കുള്ള പാക്കേജ്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ സമയം കുറവായതുകൊണ്ടും പിന്നെ അത്യാവശ്യം ദൂരം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ മുനിപ്പാറയാണ് ഇന്ന് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ ഓഫ് റോഡ് ഒക്കെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമല്ല, ഒരു പുഴയൊക്കെ കടന്നു പോകുന്ന അതൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ആ ജീപ്പിന് പോകുമ്പോഴത്തേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വൈബ് ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ശരിക്കും ജീപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാറയാണ് കേട്ടോ. ഒരു മലയുടെ മുകളിൽ കയറുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ജീപ്പിൻ്റെ അകത്തിരിക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് വീഡിയോയിൽ അത്ര ഇതായിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നിയാലും ശരിക്കും പറഞ്ഞാൽ ഒരു കയറ്റമാണ്. നല്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്ലോപ്പായിട്ട് കിടക്കുന്ന ഒരു പാറ കൂട്ടമാണ്. ശരിക്കും ഒരു മല തന്നെയാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നത് മുനിപ്പാറയിലേക്കാണ് കേട്ടോ. പാറക്കൂട്ടങ്ങളെയൊക്കെ വകഞ്ഞു മാറ്റി അവൻ വരുന്ന ആ വരവ് കണ്ടോ, എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ജീപ്പിൽ ഇത്ര ദൂരം വന്നപ്പോൾ തന്നെ നമ്മളൊരു തീരുമാനം എടുത്തു കേട്ടോ. നമ്മൾ ഉറപ്പായിട്ടും ഒരു ദിവസം അവിടെ പോയി താമസിക്കുന്നതായിരിക്കും. അതായത് സ്റ്റേ അടിച്ചിട്ട് രാത്രിയിൽ ഇവർ കാട്ടുമൃഗങ്ങളെ കാണാൻ കൊണ്ടുപോകുന്നൊരു പാക്കേജ് ഉണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ആ പാക്കേജ് എടുക്കുന്നതായിരിക്കും. എന്നിട്ട് അതിൻ്റെ വീഡിയോയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉറപ്പായും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അതിമനോഹരമായ ഒരു യാത്രയ്ക്കൊടുവിൽ നമ്മൾ നമ്മുടെ മുനിപ്പാറയുടെ
ടോപ്പിൽ എത്തിച്ചേരാറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി വ്യൂ ആണ്. ചുമപ്പ് കയറിയ ചക്രവാളം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ഡേ ലൈറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ അല്പം ലൈറ്റ് ബ്രൈറ്റ്നസ് കയറ്റി ഇട്ടേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ അത് ശരിക്കും വിസിബിൾ ആകാത്തത്. പക്ഷേ എന്നിരുന്നാലും നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും നല്ല അടിപൊളി മലകളും പച്ചപ്പും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇതേ ഒരു ജീപ്പ് അവിടുന്ന് സഞ്ചാരികളെ കൊണ്ട് തിരിച്ചു വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചും കൂടെ മേളിലേക്ക് പോകണം. ഇവിടെ നിന്ന് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് ഡ്രൈവിന് ശേഷം നമ്മുടെ മുനിപ്പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. മുനിപ്പാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കുറേ ചുറ്റുപാടും നല്ല മലകളും സംഭവങ്ങളും കാര്യങ്ങളുമാണ്. എന്നാലും മുനിപ്പാറയെ വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു സംഭവമുണ്ട്. അതായത് മുനിയറയാണത്. മുനിപ്പാറയിലെ മുനിയറ. അത് ഈ കാണുന്ന സംഭവമാണ്, എൻ്റെ പുറകിലുള്ള ഈ സംഭവമാണ് മുനിയറ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. അപ്പം ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയ ചരിത്രം ഉറങ്ങുന്ന ഒരു സംഭവം. അതായത് മുനിയറ. മുനിയറ എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിനക്ക്? അറിയില്ല? ഏകദേശം ഊഹിച്ച് പറയാൻ പറ്റുമോ? അതായത് മുനിയറ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മുനിമാർ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് കേട്ടോ മുനിയറ. അതായത് 2 തരത്തിലുള്ള മുനിയറ ഉണ്ടെന്നാണ് നേരത്തെ നമ്മുടെ എൽദോസായിട്ട് നമ്മൾ പറഞ്ഞു തന്നെ. അതായത് മുനിയറ എന്ന് പറയുമ്പം മുനിമാർ, അതായത് സന്യാസിമാർ തപസ് ചെയ്ത സ്ഥലവും അതോടൊപ്പം തന്നെ അവരെ സംസ്കരിച്ച സ്ഥലവും. അല്ലേ ഏട്ടാ? ശരിയല്ലേ? അങ്ങനെ എൽദോസിനെ പറഞ്ഞു തന്നാ. അപ്പം ഇങ്ങനെ 2 സംഭവം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുനിമാർ തപസ് ചെയ്ത സ്ഥലം ആണ് ഈ മുനിയറയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അറിഞ്ഞ കുറച്ച് ഡീറ്റെയിൽസിൻ്റെ പുറകിൽ വിശദമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ഇതിലെ പോരെ ബാ. അവിടെ കുറേ ഉണ്ടല്ലേ. അവിടെ കുറേ നിലവിളക്ക് നാണയങ്ങളൊക്കെ ഉണ്ടെന്ന് ജോയിസ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംഭവം എന്നാന്ന് ഞാൻ ഇപ്പോൾ വിശദീകരിച്ച് പറയാം. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇതിൻ്റെ അകത്തോട്ടുള്ള വ്യൂ കണ്ടോ. അവരിവിടെ ഇതിൻ്റെ അകത്ത് കയറി തപസ് ചെയ്തു എന്നൊക്കെയാണ് വിശ്വാസം കേട്ടോ. അപ്പം നമ്മൾ ഈ കണ്ട സംഭവമാണ് കേട്ടോ മുനിയറ എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ വ്യത്യസ്തമായ വേറെ സംഭവം കണ്ടു. അതായത് ഈ മുനിയറയുടെ അകത്ത് കുറച്ച് നാണയങ്ങളും അതോടൊപ്പം തന്നെ ഒരു നിലവിളക്കും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മഴ പെയ്യാത്ത സമയത്ത്, അതായത് വേനൽക്കാലത്ത് മഴ പെയ്യുന്നതിന് വേണ്ടി അവരുടെ പൂജയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് ഓരോരുത്തരും അവരെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ, അതായത് ഒരാൾ ശർക്കരയായിരിക്കും, ഒരാൾ അരിയായിരിക്കും, അങ്ങനെ പല സാധനങ്ങളും പലരും കൊണ്ടുവരികയും അവരൊന്നിച്ച് ഇവിടെ പായസം വെക്കുകയും അങ്ങനെ വഴിപാട് നേർച്ചയൊക്കെ ആയിട്ട് അവർ വിശ്വസിച്ചിരുന്ന ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം മഴ പെയ്യും എന്നൊക്കെയായിരുന്നു വിശ്വാസം. അപ്പം അത് ഇന്നും തുറന്നു പോരുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ ആ സംഭവം ആചരിക്കുന്നുണ്ട്. അതുപോലെ ട്രൈബൽസ് അവരിന്നും വന്ന് ഇവിടെ നേർച്ചയും കാര്യങ്ങളും സമർപ്പിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു വിശ്വാസവും സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളോട് ഇന്ന് വന്നത് രതീഷേട്ടനാണ് കേട്ടോ. രതീഷേട്ടാ സംഭവം ഇതുവരെ അടിപൊളിയായിരുന്നു കേട്ടോ. കൊള്ളാം, അടിപൊളി, നല്ല ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ മുനീറൊക്കെ സംഭവം അടിപൊളിയാട്ടോ. കൊള്ളാം. നമുക്ക് ഇനി എങ്ങോട്ടാ പോകാനുള്ള സംഭവം? ഉരുളിക്കുഴി വെള്ളച്ചാട്ടം നമ്മൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിരിക്കും, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു പാക്കേജ് ആയിട്ട് എടുത്തത്. അവരുടെ 700 രൂപയുടെ ഒരു പാക്കേജ് നമ്മൾ എടുത്തത്. അതായത് നമ്മുടെ മുനീറയും നമ്മുടെ ഉരുളിക്കുഴി വെള്ളച്ചാട്ടവും. അപ്പം വേറൊരു പാക്കേജ് ഉണ്ട്, അതിന് 3-4 സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പാക്കേജാണ് അവർ പറഞ്ഞത്. 3000 അടി ഏകദേശം ഉയരത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്ലേ ഏകദേശം 4 ജില്ല കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അതോടെ ഒന്ന് സെലക്ട് ചെയ്യും കേട്ടോ. നല്ല അടിപൊളി പാക്കേജാണ്. അതുപോലെ നൈറ്റ് ഒക്കെ പോകുന്ന ഒരു പാക്കേജ് ഉണ്ടല്ലേ, ആനയൊക്കെ കാണുന്നത്, ആനയെല്ലാം സംഭവത്തെ കാണുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടിയിൽ ഒരു കോൺടാക്ട് നമ്പർ സംഭവം കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്, അത് വെച്ച് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ. വിളിച്ചാൽ രതീഷേട്ടനെ കിട്ടും.
അപ്പം രജിസ്റ്ററിൽ വേറെ വണ്ടി അറേഞ്ച് തരുന്നതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിനി ഉരുളിക്കുഴി വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഓക്കെ, ബാ. അപ്പം ഇതാണ് കേട്ടോ നമ്മളിന്ന് വന്ന വണ്ടി. ആനമുക്കിലെ പയ്യൻ എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ട് നല്ല പൊളിപ്പം സെറ്റപ്പിൽ പുള്ളി കൈകാര്യം ചോദിച്ചിട്ടുണ്ട്. പുള്ളിയുടെ നമ്പർ, കോൺടാക്ട് നമ്പർ സൈഡിലുണ്ട്. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നേരത്തെ പുള്ളി ഒന്ന് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ പുള്ളി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ വണ്ടി അറേഞ്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടോ. ഇവിടെ നല്ല ഓഫ് റോഡാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മലയുടെ മേളിൽ കൂടെ കയറി പോകുന്നത് ആ രീതിക്ക് കേട്ടോ വണ്ടി പോകുന്നത്. മല തന്നെയാണ്, മൊത്തം പാറക്കെട്ട സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഓഫ് റോഡിന് വേണ്ടി ജീപ്പ് തന്നെ സെലക്ട് ചെയ്യുക. വരുമ്പോൾ വേറെ വണ്ടിക്കൊന്നും വരാൻ നോക്കണ്ട. ബൈക്കിന് വരുന്നവരാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് വരുവാണെങ്കിൽ ജീപ്പ് ഉറപ്പായിട്ടും എടുക്കുക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കുത്തിറക്കമാണ് കേട്ടോ. പാറ ചേർന്ന ഒരു കുത്തിറക്കമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിസിബിൾ അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയ്ക്ക് നമ്മൾ അത്ര ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നേരിട്ടുള്ള കാഴ്ചയിൽ സംഭവം ഒരു അടിപൊളി കുത്തിറക്കമാണ്. ചെറിയൊരു അരുവി ഒഴുകി വരുന്ന കാഴ്ച, സംഭവങ്ങൾ, കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തെക്കാൾ കൂടുതൽ എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ഈ ജീപ്പ് എങ്ങനെ ഇറങ്ങിപ്പോകും, എങ്ങനെ ഓടിച്ചിറക്കും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ആകാംക്ഷ തോന്നിയൊരു സംഭവം കേട്ടോ. പക്ഷേ അതെല്ലാം നിഷ്ഭ്രമം കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ രതീഷേടൻ പുഷ്പം പോലെ ഇതേ ജീപ്പ് അതിൽ ഇറക്കിക്കൊണ്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ റിയലായിട്ട് കാണുന്നതിൻ്റെ 1/4 മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഇറങ്ങി വരുന്ന വരവ് ഒരുപക്ഷെ ജീപ്പിൽ നിന്ന് ഇറങ്ങി മാറി നിന്ന് വീഡിയോ എടുക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നി. നമ്മൾ ഇനിയൊരു അവസരത്തിൽ ഇതിലെ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചെറിയ ഷോർട്ട് വീഡിയോ, കാരണം നിങ്ങളെ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം. അപ്പോൾ മുനിപ്പാറയിലെ മനോഹരമായ കാഴ്ചകൾക്കൊടുവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിനടുത്താണ്. അപ്പം മഴക്കാലത്തൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇവിടെ നമ്മുടെ ഈ പുഴയൊക്കെ, ഈ കാണുന്ന പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളമായിരിക്കും. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളമായിരിക്കും എന്നാണ് നമ്മുടെ രതീഷേടൻ പറഞ്ഞത്. അതുപോലെ ഇവിടെ എല്ലാം ജീപ്പ് കടത്താനൊക്കെ നല്ല പാടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നിലവിൽ വെള്ളം കുറവാണ്. അതുപോലെ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളത്തിൽ ജസ്റ്റ് ഇറങ്ങി നോക്കി നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ നല്ല, നിങ്ങൾ ഇറങ്ങുന്നത് സൂക്ഷിക്കണം. നല്ല പാറയിലൊക്കെ നല്ല തെറ്റലും പഴുക്കലൊക്കെ ഉണ്ട്. പക്ഷെ നല്ല അടിപൊളി തണുപ്പാണ് അല്ലേ, ഇങ്ങനൊരു സംഭവം കൊള്ളാം. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെട്ടമൊക്കെ നന്നായിട്ട് കുറഞ്ഞു, സമയം സന്ധ്യയാകാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ വേറെ അങ്ങോട്ടും ഇനി പോകാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം സന്ധ്യ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ശരിക്കും നിങ്ങൾ വരുവാണെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ കാണാൻ വേണ്ടി ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്റ്റേ അടിക്കത്തക്ക രീതിയിൽ വരിക, സ്റ്റേ അടിക്കുക. ഇവിടെ റൂമ് കാര്യങ്ങൾ സംഭവങ്ങളെല്ലാം റിസോർട്ടെല്ലാം അവൈലബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരാളെ ജീപ്പ്, ഒരു ഓഫ് റോഡ് ഡ്രൈവറിന്റെ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ രാത്രി കാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ കാട്ടിക്കൂടെ എല്ലാം പോയി ആന, അങ്ങനെ വന്യജീവി സംഭവങ്ങളൊക്കെ കാണിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.